ഹായ് ഗായ്സ്, തമ്മിലാണ്ടുണ്ടാവും പൈസ ഉണ്ടാക്കാൻ പറ്റിയ 8 എന്താ പറയുക ഐഡിയാസാണ്. അതും ബിസിനസ്സാണ് 8 അത് നമ്മളെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബിസിനസ് ആയിരിക്കില്ല. വീട്ടിലിരുന്നോണ്ട് തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. നമ്മളൊന്നെങ്കിൽ പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സംഭവം എത്ര ഉള്ളൂ, വീട്ടിലിരുന്നോണ്ട് തന്നെ പൈസ ഉണ്ടാക്കാം. അത് നിങ്ങൾ കേൾക്കാൻ വയ്ക്കുന്നില്ല, സിമ്പിൾ പരിപാടികൾ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ മറക്കണ്ട ലൈക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോ. പിന്നെ എന്തായാലും എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് പറയാം. ഫസ്റ്റത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണ്ണിമത്തൻ കഴിച്ചിട്ടുണ്ടാവും. തണ്ണിമത്തനെ കുറിച്ചല്ല, തണ്ണിമത്തനെ കുറിച്ചാണ്. പക്ഷേ തണ്ണിമത്തൻ്റെ തൊണ്ടില്ലേ, ആ തോല് എന്താ പറയുക നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറ്റും. ഈ സാധനം നമുക്ക് ഐസ്ക്രീംസ്, പിന്നെ നമ്മളെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഐസ്ക്രീം, ബേക്കറി ഐറ്റംസ്, ബിവറേജ് ഐറ്റംസ്, അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബേക്കറീസ് അങ്ങനത്തെ അവിടെയൊക്കെ പോയി കൊണ്ടുപോയി കൊടുക്കണം ഈ സംഭവം. ഇതാണെങ്കിൽ ചിലവ് കുറവാണ്. ഇത് നമ്മൾ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ 500-300 കോടി ഉണ്ടാക്കിയ കമ്പനീസ് വരെ ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സംഭവം ചെറുതായി തുടങ്ങിയാലും നമ്മൾ വിചാരിക്കണം എന്താ, ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ലോകം മൊത്തം സംഭവം ഇതാക്കണം. അങ്ങനെ വിചാരിച്ചാൽ എന്താ വെച്ചും ഇത് അടിപൊളി ബെസ്റ്റ് ഐഡിയ. അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ കുറവാണ്. കാരണം നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കണ ഒരു ഹോട്ടൽസൊക്കെ പോയാലും എന്തായാലും തണ്ണിമത്തൻ്റെ തൊണ്ടിട്ടാൽ എളുപ്പത്തിൽ കിട്ടും. ഇതിന് ഫ്രഷ് ആയി നമ്മൾ എടുത്താൽ മതിയല്ലോ. എടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല പ്രൈസിൽ വിൽക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് നമ്മൾ പപ്പായ കൊണ്ട് ചെയ്യാൻ പറ്റും. പപ്പായ കൊണ്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആദ്യം തണ്ണിമത്തൻ്റെ പോലെ ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പറയുക, അതിലെല്ലാം പിടിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പപ്പായ കൊണ്ട് ചെയ്യാം. മനസ്സിലായോ? അടുത്തത് എന്താ പറയുക നമ്മൾ ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞുതരാം, ഒരു മിച്ച് വെച്ചാൽ. പിന്നെ അടുത്ത് നോക്കാൻ പോകണം എന്താ അറിയുമോ, ഈ പച്ചക്കായ പൊടിച്ചിട്ടുള്ളൊരു ബിസിനസ്സാണ്. വിചാരിക്കുന്ന മണിക്കൊന്നല്ല, നല്ല അധികം പൈസ കിട്ടും. സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പച്ചക്കായുടെ 3 കിലോ പച്ചക്കായ പൊടിച്ചാൽ നമുക്ക് 1 കിലോ പൗഡർ കിട്ടും. മനസ്സിലായോ? ഈ പൗഡർ നമ്മൾ എന്താ പറയുക ആമസോണിലൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും. ആമസോണിലൊക്കെ സെല്ല് ചെയ്താൽ നമുക്ക് ഏകദേശം എന്താ പറയുക 1 കിലോന് 1000 രൂപ വരെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പം നമ്മളെ ഈ 1000 രൂപ ഉണ്ടാക്കാൻ പറ്റിയത് ഇപ്പം നമ്മളിതിൻ്റെ പാക്കറ്റ് നമ്മൾ ബ്രാൻഡായിട്ട് ചെയ്യണം സംഭവം, എന്നാൽ ആൾക്കാർ വാങ്ങുള്ളൂ. ഇതിൻ്റെ പാക്കറ്റ് എന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ കൂടിയിട്ട് 100 രൂപ വരുള്ളൂ ഒരു പാക്കറ്റിന്. അതിൻ്റെ അങ്ങനെ ഫുള്ള് സെറ്റപ്പാക്കി ചെയ്യുകയാണെങ്കിൽ എന്നാലും നമുക്ക് പൈസ നല്ലോണം കിട്ടുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു അടിപൊളി ബിസിനസ്സാണത്. പിന്നെ നമ്മൾ അടുത്ത ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇതിന് വേണ്ടിയുള്ള മെഷീൻസൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും. 45,000 രൂപയാണ് ഇതിനൊക്കെ വരുള്ളൂ. പിന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം, വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഈ മെഷീൻസ് 45,000 രൂപ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് ആ മെഷീൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് നല്ല പൈസ കിട്ടും. പ്രത്യേകിച്ച് ആമസോണിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നല്ല പൈസ കിട്ടും. അതായത് ഇപ്പോൾ 1 കിലോന് 1000 റുപ്യ കിട്ടിയാൽ 20 കിലോ വെച്ചാൽ 20,000 റുപ്യയില്ലേ. പിന്നെ നമുക്ക് ഇത്ര പൈസ അല്ല, അതായത് ഇപ്പോൾ ഒരു 40,000 റുപ്യ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 40 കിലോ വിറ്റ് കഴിഞ്ഞാൽ 45 കിലോ വിറ്റ്, നമ്മളൊരു മാസത്തിലാണെങ്കിലും ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം നമുക്ക് കിട്ടാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അടുത്ത ബിസിനസ് ഐഡിയ നോക്കാം. അടുത്ത ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോൾ മക്കാവോ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ സീഡാണ്. ഈ സാധനത്തോട് നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമില്ലേ, ഇതിന് നമുക്ക് എന്താ പറയുക ആമസോണിൽ സെല് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിലൊക്കെ ഇതിന് വെറും 800 രൂപയൊക്കെ കിട്ടും 1 കിലോന് കിട്ടാം. ഇതേ സാധനം 200 ഗ്രാമിനൊക്കെ ആമസോണിൽ 3000 റുപ്യ 1000 റുപ്യ റേഞ്ചിൽ വരുന്നു. 200 ഗ്രാമിന് കിട്ടാം 2000 റുപ്യക്കൊക്കെ എന്തായാലും വിൽക്കാൻ പറ്റും. അപ്പം എന്താ പറയുക, ഇത് നല്ല നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ബിസിനസ്സാണ്. ഇതിൻ്റെ എന്താ പറയുക ഇതിപ്പോൾ പണിയില്ല, നമ്മളിങ്ങനത്തെ ഇന്ത്യ മാർട്ടിലെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം, ഇതുപോലെ കൊണ്ടുപോയി വിൽക്കാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. റീസെൽ ബിസിനസ്സിൽ പെട്ടൊരു അടിപൊളി ബിസിനസ്സാണ്. അതായത് നമുക്ക് പിന്നെ റിസ്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ സംഭവം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബ്രാൻഡാക്കി വിൽക്കണം. നമ്മൾ അതിൻ്റെ കവർ സെറ്റ് മാത്രമേ പൈസ ആവുള്ളൂ. അതൊക്കെ നല്ല ബ്രാൻഡായി വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ വാങ്ങാറുള്ളൂ. കാരണം ഇത് ജിം പ്രൊഡക്റ്റ്, പിന്നെ മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ വാങ്ങണം അധികം. അപ്പോൾ നല്ല ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ അവർ വാങ്ങുള്ളൂ. അവിടെ നല്ല ബ്രാൻഡ് പോലെ സംഭവം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പാണ്. പിന്നെ അടുത്ത് നോക്കാം നമുക്ക് പൈസ. അടുത്തെന്ന് വെച്ചാലില്ല നമ്മൾ ഏലക്കൊക്കെ ഉപയോഗിക്കാറില്ലേ, ഈ ഏലക്ക ഉപയോഗിച്ചിട്ടൊരു ബിസിനസ്സാണ്. ഈ ഏലക്ക വിറ്റോണ്ട് തന്നെയാണ് ഈ ബിസിനസ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും ആമസോൺ സെല്ലിങ്ങിലൂടെ പൈസ ഉണ്ടാക്കാം. മനസ്സിലായോ?
അതായത് നമ്മളത് ആമസോണിലോട് വിൽക്കാൻ പറ്റും. അത് നമുക്ക് മെഷീൻസ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ രീതിയിലൊക്കെ ചെയ്യാം. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി മെത്തേഡ് എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർട്ടിലൊക്കെ ചെറിയ വില കിട്ടും, 800 രൂപക്കൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ആമസോണിലാണെങ്കിൽ 3000 റുപ്യക്കാണ് വരണേ, മനസ്സിലായോ? അപ്പം അത്ര വ്യത്യാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പണി ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ മെഷീൻസൊക്കെ വാങ്ങാൻ പറ്റും. മെഷീൻസിൻ്റെ പ്രൈസൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇത് മാത്രം പറഞ്ഞൊരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. മെഷീൻസിൻ്റെ പ്രൈസൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത് ട്രഡീഷണൽ രീതിയിലൊക്കെ ചെയ്യാത്, ഇതിൽ പണിയൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ആമസോണിൽ കൊടുക്കാം. മനസ്സിലായോ? സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എന്താ പറയുക, അടുത്തേക്ക് കിടക്കാം. അടുത്തതാണ് ഏറ്റവും പൊളി. ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാലേ, ഇതിന് നമ്മൾ കൊടുക്കണ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കണം, പക്ഷേ നമുക്ക് പൈസ കിട്ടും. മനസ്സിലായോ? നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് വെള്ളമാണ്. ഈ വെള്ളം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, നമുക്ക് പൈസ കിട്ടും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽസ് ഇല്ലേ, വെള്ളം കൊടുക്കുന്ന ബോട്ടിൽസ്, അതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ആഡ്സ് കൊടുക്കാൻ പറ്റും. വേറെ കമ്പനീസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് ആഡ്സ്, പുതിയ കമ്പനീസ് ഉണ്ടാവുമല്ലോ, പുതിയ കമ്പനീസ് നമ്മൾ നോക്കണം. അവരോട് പോയി അവർക്ക് എന്തായാലും ആവശ്യം വരും, ആഡ്സ് എന്തായാലും ആവശ്യം വരും. അവർ കമ്പനി എന്ത് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണമല്ലോ. ഇതാകുമ്പോൾ കുറേ പ്രൊമോട്ട് ആവും. കാരണം ആൾക്കാർക്ക് വെള്ളം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ പണി എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വെള്ളം ആവശ്യം വരുമല്ലോ. അവർക്ക് നമ്മൾ കൊണ്ടുകൊടുത്ത് അവർ എന്ത് ചെയ്യും, മനസ്സിലാക്കും ഇതാ കമ്പനി എന്നൊക്കെ. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ ഉണ്ടാകാം. മനസ്സിലായോ? തന്നെ നമുക്ക് കുപ്പിയുടെ വലിപ്പനുസരിച്ചിട്ടൊക്കെ നമുക്ക് പൈസ കൂട്ടാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ യൂറോപ്പിൽ ഇതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കമ്പനിയുണ്ട്, ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞ കമ്പനി, എന്താ പറയുക, ആദ്യം തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നല്ല പൈസ ഇട്ടുള്ള സംഭവം തന്നെയാണ്. എന്താ പറയുക, അത് നമ്മൾ ആ ബോട്ടിൽസിനാണ് ഈ സ്ക്രീനിൽ കാണിക്കുക. അതെങ്ങനെയാണ് ഇതാക്കില്ല, നമ്മൾ ആ ബോട്ടിൽസ് നമ്മൾ ആഡ്സ് ചെയ്തിട്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാവുന്ന പൈസ വാങ്ങാം. ആ ബോട്ടിൽസിൻ്റെ ആഡ്സിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അടുത്തേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോണത് സിമ്പിൾ സാധനമാണ്. അത് നമ്മൾ ചിരട്ടല്ലേ, ചിരട്ട കൊണ്ടാണ്. ചിരട്ട ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാൻ പണിയൊന്നുമില്ലല്ലോ. ഈ ചിരട്ട വിറ്റിട്ടുള്ള അടിപൊളി ബിസിനസ്സാണ്. നമ്മൾ ആമസോണിലാണ് വിൽക്കാൻ പറ്റുക. ഇതിൻ്റെ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഏകദേശം 200 സംതിങ് രൂപ കിട്ടും. ഇതിന് നമുക്കില്ലേ 150 യൂണിറ്റ് വിറ്റാലില്ലേ, നമ്മൾ ആമസോണിൻ്റെ റിസ്കിലാണ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 35,000 രൂപ വരെ കിട്ടും. അതിൽ സ്വന്തം റിസ്കിലെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 55,000 രൂപ വരെ കിട്ടും. നമ്മളിഷ്ടമാണ് എന്ത് ചെയ്യണമെന്ന്, മനസ്സിലായോ? പിന്നെ നമ്മുടെ വീടിൻ്റെ അവസാനം ഒരു ബോണസ് ടിപ്പ് കൂടി ഉണ്ടാവും, അതുപോലെ കണ്ടിട്ട് പോയാൽ മതി. അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ പറഞ്ഞത് നമുക്ക് ഇതുകൊണ്ട് തന്നെ തേങ്ങ കൊണ്ട് തന്നെ നല്ല ബിസിനസ്സുണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ എന്താ പറയുക, തേങ്ങ മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ആക്കാൻ പറ്റും. ശരി, അതായത് നമ്മൾ ഒരു തേങ്ങക്ക് ഇപ്പോൾ ഒരു 34 റുപ്യൊക്കെ ആയിരിക്കും പുറത്തേക്ക് കിട്ടാം. ചിലപ്പോൾ നല്ല പൈസ കുറവ് കിട്ടാം, ചിലപ്പോൾ പൈസ കൂടും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തേങ്ങ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇടാം. നിങ്ങൾ കമൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മളെ വീഡിയോസൊക്കെ. നമുക്ക് അടുത്തൊക്കെ നോക്കാം. ഗൈസ്, അടുത്തതും അടിപൊളി സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത നേരത്തുള്ള ഇതിന് അതുപോലെ തന്നെയാണ്. ആമസോണിൽ വിൽക്കാൻ പറ്റും, ഇന്ത്യൻ മാർട്ടിൽ വില കുറവുണ്ട്. സംഭവം നമ്മൾ നമ്മളെ ഓറഞ്ചില്ലേ, ഓറഞ്ചിൻ്റെ തൊലിയാണ് സംഭവം. ഇതുകൊണ്ട് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീസ്പൂൺസ് സ്ട്രോ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഫേസ് മാസ്ക് ഒക്കെ അല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അവിടെ ആൾക്കാർ വാങ്ങുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ മാർട്ടിൽ പറഞ്ഞില്ലേ, ഇന്ത്യൻ മാർട്ടിൽ 1 കിലോന് 55 രൂപ. നമുക്ക് ബ്രാൻഡ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഞാൻ പറയാണ്, ഇതിനകത്ത് എന്താ പറയുക, ഇന്ത്യൻ മാർട്ടിൽ 55 രൂപ 1 കിലോന് കേട്ടോ. ആമസോണിലോ 200 ഗ്രാമിന് എത്ര 200 സംതിങ് രൂപ. പിന്നെ ഞാൻ 55 രൂപ എന്ന് പറഞ്ഞാൽ 55 രൂപ ആയി വരില്ല, ചിലപ്പോൾ 60 രൂപ വരും. ഞാൻ നോക്കിയപ്പോൾ 55 രൂപ വരുന്നേ. അതുകൊണ്ട് പറഞ്ഞാൽ ഇതൊരു അടിപൊളി സാധനം. നമുക്ക് എന്താ സംഭവം ചെയ്യാൻ, ഞാൻ പറഞ്ഞ വരയ്ക്കുന്ന ബ്രാൻഡ് ചെയ്ത് സാധനം ചെയ്യാം. നല്ല ബ്രാൻഡാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് വാങ്ങാം, നല്ല ബ്രാൻഡാക്കിയിട്ട് സാധനം വിൽക്കാം, പൈസ കിട്ടിക്കൊണ്ടിരിക്കും. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നല്ല ബിസിനസ്സാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് അടുത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ 6ാമത്തെ അയക്കണ്, നമുക്ക് 2 എണ്ണം കൂടി ഉള്ളത്. നമ്മൾ എത്ര നേരം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്ത് വെച്ചോ. അവസാനത്തതും ഏറ്റവും അടിപൊളിയായ സംഭവം നമ്മളിപ്പോൾ പറയാൻ പോകണം. ഇത് അടിപൊളി എന്ന് പറയാൻ കാരണം എന്താ അറിയുമോ, ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ സംഭവം തുടങ്ങി വെച്ചാൽ പിന്നെ പണി നിർക്കണ്ട, പൈസ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് തുടങ്ങാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരും, 10,000-50,000 റുപ്യൊക്കെ ചിലപ്പോൾ വരും. അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ 50,000 പോരായിരിക്കും, നല്ല പൈസ വരും. പക്ഷെ നമ്മൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ
പൈസ പിന്നെ മണിക്കൂർ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റുഡിയോ ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇൻ്റർവ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇൻ്റർവ്യൂ മാത്രമല്ല പല ചാനലും ആവശ്യമുള്ള കാര്യമാണ് എന്ത് കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റുഡിയോ. അത് നമ്മൾ സെറ്റപ്പായി കൊടുക്കുക, ചെറുതായാലും വലുതായാലും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിനനുസരിച്ച് ചെറുതൊക്കെ ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെറിയ പൈസ തരുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് പറയട്ടെ, ഞാൻ അതിൻ്റെ ഫെസിലിറ്റീസ് ഇല്ലേ അതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടാം. ഒരു മണിക്കൂറിന് 500 രൂപ നമുക്ക് അവർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും, അവർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഇതൊരു എന്താ പറയുക, എപ്പോഴും ഫൈറ്റ് നടക്കണ ഒരു സംഭവമായതുകൊണ്ട് പൈസ കൂടിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ സംഭവം തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം 500 രൂപ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ മെല്ലെ അപ്ഡേറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കുറേ പൈസ കിട്ടും. പിന്നെ പോകാൻ പറ്റിയാൽ ഒരു ബോണസ് ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണസ് ഇത്ര ഉള്ളൂ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഒരു ഇതേപോലെ നല്ല കണ്ടൻറ്റ് ഇടാം, അപ്പോൾ പൈസ കിട്ടും ഉറപ്പാണ്. ആദ്യം കിട്ടിയതല്ലേ, ഇപ്പം എൻ്റെ വീട്ടിൽ 10 പേരാണ്, പക്ഷേ വീഡിയോ ദിവസം എല്ലാവരും കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറേ പൈസ ഇതും കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നമുക്ക് അറിയണമല്ലോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും ചെയ്തോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തോ. കാരണം ഇതിൽ ഇനി നമുക്ക് പാർട്ട് 2 കൂടി ഇറക്കാം. നമ്മളെന്ത് ചെയ്യും, എന്താ പറയുക, കുറേ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിൽ നോക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, ഗൂഗിളിൽ കുറേ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ തന്നെ കുറേ പേര് പറഞ്ഞു തന്നിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നമ്മൾ ഇനി ഒന്നുകൂടി റിസർച്ച് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടിന് ഇറക്കും. അതും കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നല്ല വീഡിയോസും വരും. നമ്മൾ അങ്ങനത്തെ കച്ചറ വീഡിയോ ഒന്നും ഇടില്ല, നല്ല വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കണ്ട, നമ്മൾ ടൈം ഒരിക്കലും കളയില്ല, ടൈമിന് ഉപകാരപ്രദം മാത്രമേ ആവുള്ളൂ. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. പിന്നെ നമ്മളുടെ സംശയം കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി മാത്രം ഡേറ്റ് വീഡിയോ ഇടും, നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ കണ്ടാൽ മതി. പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് ഉറപ്പാണ് ഉണ്ടാവും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗായ്സ്.